ഒരു പാർട്ടിയുമായി നിലനിൽക്കുന്ന ഒരു അതൃപ്തിയുടെ ഭാഗം തന്നെയായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുമോ? അല്ലെ പാർട്ടി വെട്ടിലായിട്ടുണ്ടോ അതിലൂടെ? പാർട്ടി ഒരിക്കലും വെട്ടിലാകില്ല. കാരണം ശ്രീലേഖ അടിയുറച്ച BJP വിശ്വാസിയാണ്. ശ്രീലേഖ ഈ പാർട്ടിയിലേക്ക് വന്നത് ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നല്ല നയങ്ങൾ, രാജ്യത്തിൻ്റെ പുരോഗമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലേക്ക് വരിക എന്നുള്ള അവരുടെ തീരുമാനമാണ്. ഇന്നും ശ്രീലേഖ എന്ന് പറഞ്ഞ നമ്മുടെ പാർട്ടിയുടെ നേതാവാണ്. ശ്രീലേഖ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ശാസ്തമംഗലം വാർഡിൻ്റെ കൗൺസിലറാണ്. കേരളത്തിലെ മുതിർന്ന നേതാവാണ്. പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു നിലപാടും ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, ഞങ്ങളൊക്കെ ജ്യേഷ്ഠ സഹോദരിയെ പോലെ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ പ്രിയ നേതാവാണ് ശ്രീലേഖ. അതുകൊണ്ട് മാധ്യമങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കൊന്നും ആ തരത്തിൽ കാണണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഥ മെനയുമ്പോൾ ശ്രീലേഖയുടെ സത്യങ്ങൾ വിളിച്ചു പറയും. അത് അവരുടെ കടമയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാവ് എന്ന നിലയിൽ അത് തിരുത്തുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. ആ ധർമ്മം അവർ ചെയ്യുന്നു. ഈ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോഴും അങ്ങോട്ടേക്ക് എത്തി കണ്ടില്ല. പിന്നെ ഇപ്പോൾ ഡൽഹിയിൽ പോയി കാണാനൊരു അവസരം ഉണ്ടായപ്പോഴും അതിനും പോയില്ല. അത് മാത്രവുമല്ല, ഈ വിശദീകരണ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും താനില്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. അല്ല, ഇത് ശ്രീലേഖ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പോയില്ല എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ട് അസൗകര്യം അവർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അത് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട്. കാരണം കഴിഞ്ഞ ഓൾ ഇന്ത്യ പ്രസിഡന്റ് വന്ന ആ പരിപാടിയിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞു, തിരുവനന്തപുരം വീട് വിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നറിയിച്ചു. അപ്പം ശ്രീലേഖ മാത്രമല്ല, നമ്മുടെ BJPയുടെ നേതാവായിട്ടുള്ള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള MR ഗോവൻ പോയിട്ടില്ല. MR ഗോവൻ്റെ അമ്മ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയിരുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയിൽ അമ്മയെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലിട്ട് ഡൽഹിയിൽ പോകാൻ ഒരു മകന് കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ MR ഗോവനും പോയിട്ടില്ല. ഞാനും പോകേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നാളെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില വ്യക്തിപരമായിട്ടുള്ള ചില അസൗകര്യങ്ങൾ കാരണം മാറി നിൽക്കുന്നതിനെ അതിന് വിട്ടു നിൽക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തെറ്റിദ്ധാരണ എല്ലാം മാധ്യമ വ്യാഖ്യാനമെന്ന് മാത്രമാണോ താങ്കൾ പറയുന്നത്? സത്യമാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ശ്രീലേഖ വിട്ടുനിന്നു, സ്റ്റേജിൽ നിന്ന് മാറി നിന്നു. ഇതൊക്കെ ശരിക്കും വ്യാഖ്യാനങ്ങളാണ്. അവർ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അവർ വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ നേതാവാണ്, അവരുടെ ഭാഗത്തുനിന്ന് BJPയുടെ നയങ്ങൾക്ക് വ്യതിയാനത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ടോ? ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ വേറെ തരത്തിലേക്ക് ചിത്രീകരിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ടും അതല്ല സത്യം എന്ന് പറയുക എന്നുള്ളത് പാർട്ടി പ്രവർത്തകയുടെ ഒരു ന്യായമായിട്ടുള്ള അവകാശമാണ്, ധാർമ്മികമായിട്ടുള്ള അവകാശമാണ്. അതവർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇത്രത്തോളം മണ്ടത്തനം പറയുന്നവരെ ഞാൻ എന്താ പറയാൻ? ഞങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. കാരണം അവർ താങ്കൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. BJPയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് അത് പോകുന്നത്. കോർപ്പറേഷൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ച് പോകുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള മേയർമാരും കഴിഞ്ഞ CPMൻ്റെ ഭരണസമിതികൾ നടത്തിയിട്ടുള്ള ദൂർത്തടിയൊന്നും BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടാകില്ല. മേയറുടെ നേതൃത്വത്തിൽ പോയിട്ടുള്ളത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പോകാൻ പോകുന്നത്, ഇത് BJPയുടെ പരിപാടിയാണ്. BJPയുടെ ഫണ്ട് ഉപയോഗിച്ച് പോകുന്നതാണ്. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച ചെയ്യാനാണ്, നാടിന് വേണ്ടി പോകുന്നതാണ്. ഇത് BJPക്ക് വേണ്ടി മാത്രം പോകുന്നതല്ല. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ ചർച്ചകൾ അവിടെ നടക്കും. കേന്ദ്രമന്ത്രിമാരായിട്ടും ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചൊക്കെ നടക്കുന്നത് ഈ നാടിൻ്റെ ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന യോഗങ്ങളാണ്. അതിനെ കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. BJPയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പോകുന്നു. ഞാനും ഇതറിഞ്ഞു. ഇതൊക്കെ CPMൻ്റെയും മറ്റ് പാർട്ടിയുടെയും BJP എതിർക്കുന്നവരുടെയൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ അവർ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് കാണുള്ളൂ. ഇത് വിഡ്ഢികളുടെ ലോകത്താണ് അവർ നിൽക്കുന്നത്. അതെനിക്ക് പറയാനുള്ളൂ.